നമസ്കാരം മക്കളെ, ശ്രീഭാമ മിസ് ആണ്. നിങ്ങൾക്ക് SB മിസ് എന്ന് വിളിക്കാം. അപ്പൊ മിസ് വന്നത് നിങ്ങൾ എല്ലാവരും ഡ്രീം കാണുന്ന നമ്മുടെ NMMS എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് നേടിയെടുക്കണ്ടേ നമുക്ക്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കിയാലോ? യെസ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് മിസ് പോവാണ്. ബാരോമീറ്റർ അടങ്ങിയിരിക്കുന്ന ദ്രാവകം ഏതാ? ബാരോമീറ്റർ കണ്ടെയ്ൻ ഡാഷ് ലിക്വിഡ്. മെർക്കുറി ആണോ, ലെഡ് ആണോ, ടിൻ ആണോ, ടങ്സ്റ്റൺ ആണോ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് മെർക്കുറി ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്താ ശരിക്കും മിസ്സേ ബാരോമീറ്റർ? ബാരോമീറ്റർ എന്ന് പറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആക്ച്വലി ബാരോമീറ്റർ എന്ന് പറയുന്നത്. മെർക്കുറിക് ബാരോമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം, എന്താണ് മെർക്കുറി നേരെ എവിടെ പോയി? ബാരോന്റെ അടുത്ത് പോയി. മെർക്കുറിയും ബാരോയും തമ്മിൽ ഭയങ്കര എന്താണ് കമ്പനിയാണെന്ന് ആലോചിക്കുക. അപ്പൊ മെർക്കുറി ബാരോമീറ്റർ എന്നാണ് ഫുൾ ആയിട്ട് തന്നെ പറയാ. മെർക്കുറിയാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അറ്റ്മോസ്ഫിയർ പ്രഷർ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. റെഡി അല്ലേ? അടുത്തതിലോട്ട് മിസ് പോവാണ്. ഓസോൺ ആഗിരണം ചെയ്യുന്ന വികിരണങ്ങൾ. ഓസോൺ ഈസ് അബ്സോർബ്ഡ് ബൈ ഡാഷ് ടൈപ്പ് ഓഫ് റേസ് എന്ന് പറയുന്നുണ്ട്. ഇൻഫ്രാറെഡ് ആണോ, അൾട്രാവയലറ്റ് ആണോ, എക്സ്റേ ആണോ, നൺ ഓഫ് ദിസ് ആണോ ചോദിച്ചിട്ടുണ്ട്. ഏതാ മക്കളെ നമ്മുടെ ഓസോൺ ആഗിരണം ചെയ്യുന്നത്? UV റേസ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് ആണ് അല്ലെ. എന്താണ് അൾട്രാ വയലറ്റ് രശ്മികൾ പറയുന്നത്? സൂര്യനിൽ വരുന്ന സമയത്ത് പല പല രശ്മികൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഭയങ്കര സീനുള്ള ഒരാളാണ് അൾട്രാ വയലറ്റ്. അപ്പൊ നമ്മുടെ ഓസോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും ന്യൂസ് എന്ന് പറയുന്നത് ക്വിസിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഒരു കവചമാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കുടയാണ് ഓസോൺ എന്നല്ലേ. അപ്പൊ എന്താ ശരിക്കും ഓസോൺ? നിങ്ങൾ ഒരു സാധനം പഠിക്കുമ്പോൾ കംപ്ലീറ്റ് കാര്യം പഠിക്കണല്ലോ. ഓസോൺ എങ്ങനെ എഴുതാ ചോദിച്ചാൽ സിമ്പിൾ ആണ്. എല്ലാവരും ചിലപ്പോൾ O2 എന്നായിരിക്കും വിചാരിച്ചു വെച്ചിട്ടുണ്ടാവുക. അത് ഓക്സിജൻ മാത്രമാണ്. ഓസോൺ പറയുമ്പോൾ O3. 3 ഓക്സിജൻ കൂടിയത്. ഇവിടുന്ന് ഒരുത്തം വന്നു, ഇവിടുന്ന് എടുത്തു. 3 പേരും കൂടി ചേർന്നാലാണ് ഓസോൺ എന്ന് പറയുന്ന O3 എന്ന് പറയുന്ന മോളിക്യൂൾ ആയിട്ട് തന്മാത്രയായിട്ട് മാറുന്നത്. അതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, എന്താണ് ഓസോൺ. പിന്നെ നിങ്ങൾ ആലോചിക്കുക, നമുക്കറിയാം നമ്മുടെ ഈ ഭൂമിയിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ലെയർ ആയിട്ട് പലതും കാണാം അല്ലെ. അന്തരീക്ഷത്തിലെ പാളികൾ ഒരുപാട് ഉണ്ട് അല്ലെ. ഇപ്പൊ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ പറഞ്ഞ പല ലെയറുകൾ ഉണ്ട്. അതില് ഈ സ്ട്രാറ്റോസ്ഫിയറിനകത്ത് കാണുന്നയാളാണ് നമ്മുടെ ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ എവിടെയാ? സ്ട്രാറ്റോസ്ഫിയറില്. സാറ്റ് കളിക്കുന്ന ഓസോൺ ആലോചിക്കുക. സാറ്റ് കളിക്കുന്ന ഓസോൺ. അപ്പൊ സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ. സോഷ്യലും പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഈസി ആയിട്ട് ആലോചിക്കാലോ. എന്നിട്ടോ നമ്മുടെ ഈ സൺലൈറ്റ് എന്ന് വരുന്ന മെയിൻ സാധനമാണ് UV റേസ് അല്ലെ. അത് ശരിക്കും നമ്മുടെ ഭൂമിയിലോട്ട് അധികം എത്താൻ പാടില്ല. കാരണം അത് നമുക്കൊന്നും കണ്ണിൽ ഡയറക്റ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. UV റേസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള UV റേസ് ഒക്കെ വന്നാൽ. അപ്പൊ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ ഭൂമിനെ സംരക്ഷിക്കുക എന്നുള്ളത് ആരുടെ ധർമ്മമാണ്? നമ്മുടെ ഓസോണിന്റെ ധർമ്മ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു കുട പോലെ. ഇപ്പൊ ഞാനൊരു കുട ചൂടിക്കഴിഞ്ഞാൽ എനിക്ക് വെയിൽ കൊള്ളില്ല, മഴ കൊള്ളില്ല. അതേപോലെ UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അൾട്രാ വയലറ്റ് വികിരണങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? നമ്മുടെ ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലുള്ളത് എന്ന് എന്റെ മക്കള് ആലോചിച്ച് വെക്കാം കേട്ടോ. അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, എന്നാണ് ഓസോൺ ഡേ ചോദിച്ചാൽ സെപ്റ്റംബർ 16 നമ്മൾ ഓസോൺ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നും കൂടെ ആലോചിച്ച് വെക്കാം. റെഡി? അടുത്തത്, കെട്ടി നിർത്തിയ വെള്ളത്തിന് എന്ത് ഊർജ്ജമാണ്? സ്റ്റോർഡ് വാട്ടർ ഹാവ് ഡാഷ് എനർജി. കൈനറ്റിക് ആണോ, ഗതികോർജ്ജാണോ, സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ ആണോ, യാന്ത്രികോർജ്ജം, മെക്കാനിക്കൽ ആണോ, നൺ ഓഫ് ദീസ് ആണോ ചോദിച്ചിട്ടുണ്ട്. ഏതാ മക്കളെ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളത്തിന് വരുന്നത്? നമുക്ക് പറയാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജിയാണ്, സ്ഥിതികോർജ്ജമാണ് അല്ലെ. എന്ന് വെച്ചാൽ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ്, നല്ല സമാധാനമായിട്ട് ഇരിക്കുകയാണ്, ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇരിക്കാനുള്ള ഒരു എനർജിയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ അങ്ങനെ മര്യാദയ്ക്ക് ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ഉണ്ടാ രസം അല്ലെ. അപ്പൊ നമ്മൾ സ്ഥിതി ചെയ്യാണ്, ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, മൂവ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഉള്ളതാണ് സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. എന്നാൽ അതേ സമയത്ത് ഞാൻ ചാടുകയാണ്, ഓടുകയാണ്, ഞാൻ എന്താ ഓടി കളിക്കുകയാണ് ണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്യാണ്, മോഷൻ ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് കൈനറ്റിക് എനർജിയാണ്, ഗതികോർജ്ജമാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഒരു വസ്തുവിനോ അല്ലെങ്കിൽ സംവിധാനത്തിനോ അതിന്റെ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ അതിലെ കടികളുടെ ക്രമീകരണം മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ സ്ഥിതി ചെയ്യാണ്, ഇവിടെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിനെന്താണ്? ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള മൂവ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അപ്പൊ മിസ് ഇപ്പൊ ഇതേപോലെ ഇങ്ങനെ മര്യാദയ്ക്ക് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും മിസ് സ്ഥിതി ചെയ്യാണ്, ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് എനർജിയാണ്? സ്ഥിതികോർജ്ജമാണ് എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇസ് എനർജി ആൻ ഒബ്ജക്ട് ഓർ സിസ്റ്റം പോസസ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ഇറ്റ്സ് ഓൺ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പറയാ പൊട്ടൻഷ്യൽ എനർജി. PE എന്ന് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതിൽ നോക്കുക, അമ്പും വില്ലും ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ നോക്കുക, അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്നാൽ നേരെ പിടിച്ചിട്ട് ഒറ്റ എന്ന് പറഞ്ഞ് വിട്ട ആ സാധനം വരുമ്പോൾ എന്താണ്? അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെ റെസ്റ്റിൽ എടുക്കുന്ന സമയത്ത് പൊട്ടൻഷ്യലും പോകുന്ന സമയത്ത്
കൈനറ്റിക് എനർജിയാണെന്ന് ആലോചിച്ചിട്ട് വെക്കാം. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് പൊട്ടൻഷ്യൽ എനർജിക്ക്. റോളർ കോസ്റ്റർ ഇൻ ദ ഹയർ പോയിന്റ്, ഡാമില് വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മൊത്തം നിങ്ങൾ NMMSന് വേണ്ടി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കല്ലേ, പരീക്ഷയുടെ ആയി കഴിഞ്ഞാൽ ഫുൾ കൈനറ്റിക് എനർജി ആയി, ഫുൾ അങ്ങോട്ട് എഴുതു തന്നെ, ചറ പറയുന്ന എഴുതു തന്നെ അല്ലെ. അപ്പൊ ആ സ്റ്റോർ ചെയ്ത് വെച്ചത് പൊട്ടൻഷ്യൽ എനർജി, പുറത്തേക്ക് വിടുന്നത് കൈനറ്റിക് എനർജി. സിമ്പിൾ അല്ലെ. അങ്ങനെ എഴുതി വെക്കരുത്, മനസ്സിലാവാൻ പറഞ്ഞു കേട്ടോ. ആൻഡ് ബോർഡ് ആൻഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ അമ്പും വില്ലും വിടുന്നത് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ആൻഡ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക കവണിയോ അങ്ങനെ ഒരു സാധനം പറയാം, നമ്മൾ പണ്ട് കാലത്തൊക്കെ വിട്ടിരുന്നത്. അതിങ്ങനെ വിട്ട് പിടിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് കൈനറ്റിക് എനർജി ആണ്. റെഡി. ഇനി അടുത്തത് ജലത്തിൽ ലയിക്കാത്തത് ഇൻ ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് മക്കളെ വാട്ടർ ലയിക്കാത്തത്? ക്ലോറിൻ ആണോ, സോഡിയം ആണോ, ഹൈഡ്രജൻ ക്ലോറൈഡ് ആണോ, ടൊലൂവിൻ ആണോ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഏകദേശം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ടൊലൂവിൻ ആണ്, ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഓക്കെ. അപ്പൊ വെള്ളത്തിൽ ലയിക്കുന്ന സാധനങ്ങളുണ്ട്, ലയിക്കാത്ത സാധനങ്ങളുണ്ട്. എന്റെ മക്കൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും എന്തൊക്കെയാണ് ഡിസോൾവ് ചെയ്യുന്ന സാധനങ്ങൾ, എന്തൊക്കെയാണ് ഡിസോൾവ് ചെയ്യാത്ത സാധനങ്ങൾ. അപ്പൊ ക്ലോറിൻ ഒക്കെ നമ്മൾ പറഞ്ഞു ഡിസോൾവ് ചെയ്യല്ലേ. ക്ലോറിൻ നമ്മൾ പലപ്പോഴും വെള്ളത്തിൽ ഇടാറുണ്ട്, ക്ലീനിങ് പ്രോസസ്സിന്, ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇടാറുണ്ട്. അങ്ങനെ പല സാധനങ്ങളും നമ്മൾ സൊല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പൊ പഞ്ചസാര, ഉപ്പ്, അങ്ങനെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, തുരിശ്, ബ്ലൂ വിട്രിയോള്, അങ്ങനെ പല സാധനങ്ങളും വെള്ളത്തിലിട്ടാൽ നന്നായിട്ട് ലയിക്കും. എന്നാൽ ലയിക്കാതെ നിൽക്കുന്ന സാധനമുണ്ട്, മണല്, മണ്ണ്, ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചാലും സാധനം എന്താണ്, പലതും പല രീതിയിലാണ് നിൽക്കുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ഷുഗറും സോൾട്ടും ഇട്ടാൽ നല്ല അടിപൊളി ആയിട്ട് ലയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഡിസോൾവ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. അതേ സമയത്ത് ഞാൻ മണ്ണാണ് ഇട്ടത് എന്നുണ്ടെങ്കിൽ എന്താ മക്കളെ, അത് ഡിസോൾവ് ചെയ്യില്ല, അൺഡിസോൾവ് ചെയ്തിട്ട് നിൽക്കുകയാണ്, ലയിക്കാതെ നിൽക്കുകയാണ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇൻസൊല്യൂബിൾ ആണ്. ഇതാണെങ്കിൽ സൊല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ ഇതില് നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വെള്ളത്തെ വിളിക്കാനുള്ള റീസൺ എന്ന് കൂടെ ചോദിച്ചാൽ അതും കൂടെ പഠിച്ചു വെക്കാം. ഒന്ന് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് പഠിക്കണല്ലോ. എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള കഴിവ് മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം സാധനങ്ങളിൽ ലയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ വാട്ടറിനുണ്ട്. സോ വാട്ടർ സോൾവെന്റ് വിച്ച് ഡിസോൾവ് ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസ്, ഹെൻസ് ദ വാട്ടർ ഇസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ജലത്തിനുള്ളതുകൊണ്ട് ജലത്തെ സാർവിക ലായകം, മോസ്റ്റ്ലി എല്ലാ സാധനങ്ങളും ലയിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആ ഒരു പേര് വിളിക്കുന്നത്. അപ്പൊ അതും കൂടെ ഒപ്പം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ ഏതാണ് എക്സാമിന് ചോദിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. റെഡി. അടുത്തത് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത്. ലൈം വാട്ടർ ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, കാർബൺ ആണോ, കാർബൺ മോണോക്സൈഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ ചോദിച്ചാൽ എന്നെ മക്കൾ ഏതാണ് ആൻസർ ചെയ്യുക? ഇതിന് ആൻസർ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ എന്താണ് ചുണ്ണാമ്പ് വെള്ളത്തിൽ സംഭവിക്കുന്നത്? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്റെ മക്കൾ കണ്ടിട്ടില്ലേ? നമ്മൾ ചുണ്ണാമ്പ് പറഞ്ഞ എന്താണെന്ന് അറിയുന്ന വിചാരിക്കുന്നു. നമ്മളിങ്ങനെ വെറ്റിലയിലൊക്കെ പണ്ട് മുത്തശ്ശന്മാരും ചുണ്ണാമ്പ് തേക്കുമായിരുന്നു. അതുപോലെ നമ്മൾ വീട് പണിയുന്ന സമയത്ത് ചുണ്ണാമ്പ് തേക്കാറുണ്ട്. ആദ്യം ചുണ്ണാമ്പൊക്കെ തേച്ച് വൈറ്റ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കുക അല്ലേ. അപ്പൊ ചുണ്ണാമ്പ് എന്ന് പറയുന്ന സാധനത്തിനെയാണ് ക്ലിയർ ലൈം വാട്ടർ എന്ന് പറയാം. ഒരിക്കലും നിങ്ങള് നമ്മുടെ നാരങ്ങ വെള്ളമാണെന്ന് വിചാരിക്കരുത്, അത് ലൈം വാട്ടർ, വെറും ലൈം വാട്ടർ. ക്ലിയർ ലൈം വാട്ടർ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്നാണ് ക്ലിയർ ലൈം വാട്ടറിനെ പറയാം. അപ്പൊ അതില് ഞാൻ എന്ത് ചെയ്തു, ഒന്നൊരു സ്ട്രോ ഉപയോഗിച്ച് ഊതാണ്, നൂതി എന്ന് വിചാരിച്ചോ. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് എന്താ വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാ. കാരണം നമ്മൾ ഉള്ളിൽ എടുക്കുന്ന വാതക ഓക്സിജനും പുറത്ത് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും. സോ ഞാൻ നന്നായിട്ട് എന്ന് പറഞ്ഞ് ഊതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലോട്ട് കയറുന്നത് കംപ്ലീറ്റും കാർബൺ ഡൈ ഓക്സൈഡാ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ചുണ്ണാമ്പ് വെള്ളത്തിലെങ്ങാനും കയറി എന്താ സംഭവിക്കാന്നറിയോ? നല്ല തെളിഞ്ഞ് കുട്ടപ്പനായിട്ട് നിന്നിരുന്ന ആള് നല്ല പാൽ നിറമാറ്റം മാറുന്നത് കാണാൻ പറ്റും. ലൈം വാട്ടർ ടേൺസ് മിൽക്കി വാട്ടർ അല്ലെങ്കിൽ പാൽ നിറമാകും. അപ്പൊ ഇത് ശരിക്കും ഈ എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അതുപോലെ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ എന്ത് കടത്തി വിട്ടാലാണെന്നുള്ള രീതിയിലും ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഊതി നിങ്ങളുടെ ആലോചിച്ചാൽ മതി. എന്ന് പറയുമ്പോൾ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് മനസ്സിലാലോചിക്കാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ അത് പാൽ നിറമായി എന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെയുള്ള ഗ്യാസ് എന്ന് ഉറപ്പിക്കാം കേട്ടോ. അപ്പൊ CaOH2 പ്ലസ് CO2 ഇതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ ചുണ്ണാമ്പ് വെള്ളം. അതിലൂടെ കടത്തി വിട്ട CaCO3 കാൽഷ്യം കാർബണേറ്റും അതേപോലെ H2O വാട്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റെഡി അല്ലേടാ? അപ്പൊ അതും ക്ലിയർ ആയിട്ട് എന്റെ മക്കള് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, വളരെ കുറഞ്ഞ സമയം ആയതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇമ്പോർട്ടന്റ് ആയി തോന്നിയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. NMMS എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.